ഗുഡ് ഈവനിങ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. തിരുക്കുറളിൻ്റെ 49ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആന്തരികമായ അറിവുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. സാറിൻ്റെ നോട്ട് ഉണ്ടല്ലോ അല്ലേ? സാർ ഒന്ന് പറഞ്ഞോളൂ. ഞാനത് PPT ഒന്ന് ഇപ്പോൾ ഇടാവേ. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തു കേട്ടോ. അധികരം 49 കാലമറിതൽ. കാലജ്ഞാനം. ബലശാലിയായി സർവസന്നാഹവും കൂടി യുദ്ധത്തിന് ചെല്ലുന്ന അരജൻ ശത്രുജയത്തിന് യോജിച്ച് കാലജ്ഞാനം കൂടി ഉള്ളവനായിരിക്കണം. അതിന് അടിസ്ഥാനമായിട്ടുള്ള 10 കുറളുകളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. പകൽ വെല്ലും കൂഹയെ കാക്കை இகல் வெல்லும் வேந்தற்கு வேண்டும் பொழுது. കാക്കை തന്നെ വിட വലിയ കോട്ടാനെ പകലിൽ വെന്റുവിടും. അതുപോലെ പകയെ വെല്ലക്കരുതും அரசர்க்கும் அதற்கு ஏற்ற காலம் வேண்டும். പകൽ വെല്ലും കൂകയെ കാക്കை ഇകൽ വെല്ലും വേന്തർക്ക് വേണ്ടും പൊഴുത്. ആദ്യത്തെ വരയിലെ മൂന്നാമത്തെ വാക്ക് ആദ്യം എടുക്കുക. കാക്കൈ കാക്ക. രണ്ടാമത്തെ വാക്ക് കൂഹൈ. കൂഹൈ എന്ന് പറയുന്നത് തന്നെക്കാൾ വലുതായ ഊമനെ. ആദ്യത്തെ വരയിലെ ആദ്യത്തെ വാക്ക് പകൽ. പകൽ വെളിച്ചമുള്ളപ്പോൾ വെല്ലും ആക്രമിച്ച് ജയിക്കുന്നു. കൂമന് പകൽ വെട്ടത്തിൽ കണ്ണു കാണില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെക്കാൾ വലുതായ കൂമനെ കാക്ക പകൽ വെട്ടത്തിൽ ആക്രമിച്ച് ജയിക്കുന്നു. അതുപോലെ ഇകൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ശത്രുനിരയെ വെല്ലും ആക്രമിച്ച് കീഴടക്കാൻ ഒരുങ്ങുന്ന വേന്തർക്ക് രാജാക്കന്മാർക്കും പൊഴുത് അനുയോജ്യമായ കാലം വീണ്ടും നോക്കേണ്ടതാണ്. കാക്ക പകൽ സമയം നോക്കി മാത്രം തന്നെക്കാൾ വലിയ കൂമനെ ആക്രമിച്ച് കീഴടക്കുന്നു. തക്ക സമയം അതാണ് കാരണം. പകൽ സമയത്ത് കൂമന് കണ്ണ് കാണില്ല. ആ ദൗർബല്യവും സന്ദർഭത്തിന്റെ ആനുകൂല്യവും കണക്കിലെടുത്ത് കാക്ക വിജയം നേടുന്നു. അതുപോലെ യുദ്ധം ജയിക്കാൻ മുൻപെടുന്ന രാജാക്കന്മാർക്ക് വേണ്ടതും യോജ്യമായ സന്ദർഭത്തെക്കുറിച്ചുള്ള ബോധമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഖുറൽ സാഹിത്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 49ാമത്തെ അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് കാലജ്ഞാനം. മലയാളത്തിൽ അതിനെ നമുക്ക് സമയബോധമെന്നും ഇംഗ്ലീഷിൽ സെൻസ് ഓഫ് ടൈം, സമയമറിഞ്ഞ് പെരുമാറുക എന്നൊക്കെ നമ്മൾ പറയും. ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ, പകൽ സമയത്ത് ഒരു കാക്ക മൂങ്ങയെ തോൽപ്പിക്കും. ഒരു രാജാവ് തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശരിയായ സമയം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ശരിയായ സമയത്ത് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധി. ഒരു രാജാവിന് നൽകുന്ന ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. ശരിയായ സമയത്ത് ശരിയായ വിഭവങ്ങളും തന്ത്രങ്ങളും വിന്യസിക്കപ്പെടുമ്പോൾ അത് സമ്പത്തിനെ ബന്ധിപ്പിക്കുകയും അതിനെ അതിരുകളില്ലാത്തതാക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏത് കാര്യവും ആഗ്രഹിക്കാം, അത് നിങ്ങളുടേതാകും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ ശരിയായ സമയവും
സ്ഥലവും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ ഉചിതമായ നിമിഷത്തിനായി കാത്തിരിക്കും. അവർ ലോകത്തിൽ അവസരങ്ങൾക്കായി മോഹിക്കുന്നു. ഇന്നത്തെ കുറലിലെ ഒന്നാമത്തത് 481. പകൽ വെല്ലും கூகையை காக்கை இகல் வெல்லும் வேந்தற்கு வேண்டும் பொழுதும். പകൽ വെല്ലും കൂമനെ കാക്ക, യുദ്ധം വെല്ലും അരജർക്ക് വേണ്ടതും കാലം. ശക്തനായ മൂങ്ങയെ പകൽ സമയത്ത് അടിച്ചു വീഴ്ത്തുന്ന ഒരു നിസാര ജീവിയാണ് കാക്ക. അതുപോലെ രാജാവും കാത്തിരിക്കണം ശത്രുക്കളെ കീഴടക്കാൻ പറ്റിയ സമയത്തേക്ക്. നിസാരമെന്ന ദൃഷ്ടിയിൽ തോന്നും കാക്ക ശക്തനാ മൂങ്ങയെ പകൽ വെളിച്ചത്തിൽ തക്കത്തിൽ കുത്തിമലർത്തുന്നു. ഓവർ. Thank you, sir. Tirukkural Part 2, Chapter 49, Sense of Time. In Chapter 49, the sense of time, Tirukkural, the ancient Tamil classic, emphasizes the profound knowing the right time to act is crucial for success. It is not just about speed, but about opportune action. Sacred Kural 481. Powerful owl is beaten by crow during daytime. Similarly, the king also must wait for apt time to win enemies. This analogy draws a parallel between a natural phenomenon and a human strategic principle. Powerful owl versus crow. Daytime. The powerful owl is a formidable predator, but it is primarily a nocturnal hunter. During the day, its vision is not as acute and it's less agile. Crows, on the other hand, are highly intelligent, social, and aggressive during daylight hours. They will mob and harass perceived threats, and this specific scenario, a crow could indeed beat, harass, drive away, or even injure a disoriented owl during the day. The owl's inherent power is negated by the unsuitability of the timing. King waiting for apt time. This directly relates to the owl's situation. A king or any leader or individual might possess great power, resources, or skill, but if they engage their enemies at an inopportune moment, their advantages can be neutralized or even turned against them. Apt time refers to favorable circumstances, strategic advantage, readiness, and the weakness or unpreparedness of the enemy. The core message: even the most powerful individual or entity cannot guarantee victory if they act at the wrong time. Strategic timing is crucial for success. Thank you, sir. കുറൾ 481. പകൽ വെല്ലും കൂകയെ കാക്കൈ, ഇകൽ വെല്ലും വേന്തർക്ക് വേണ്ടും പൊഴുത്. കുറൾ 482.
பருவத்தோடு ஒட்ட ஒழுகல் திருவினை தீராமை ஆர்க்கும் கயறு. காலத்தோடு பொருந்துமாறு ஆராய்ந்து நடத்தல் இல்லாத இயல்புடைய செல்வத்தை நீங்காமல் நிற்குமாறு கட்டும் கயறாகும். பருவத்தோடு ஒட்ட ஒழுகல் திருவினை തീരാமை ആർക്കും കയറ്. രാജാവ് പരുവത്തോടൊട്ട കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ ഒഴുകൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് തിരുവിനെ ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യത്തെ, അതായത് ലക്ഷ്മിയെ, തീരാമൈ തൻ്റെ അടുത്ത് നിന്ന് നീങ്ങിപ്പോകാതെ ആർക്കും ബന്ധിച്ചു നിർത്തുന്ന കയർ പാശം ആകുന്നു. സമയബോധത്തോടെ അപ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള രാജാവിനെ ഐശ്വര്യലക്ഷ്മി ഒരിക്കലും വിട്ടുപിരിയുകയില്ല. പരുവത്തോട് ഒട്ട ഒഴുകൽ തിരുവിനെ തീരാമൈ ആർക്കും കയറി. ഓവർ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. രാജധർമ്മം. അധികാരം 49. കാലമറിതൽ, കാലജ്ഞാനം അഥവാ സമയബോധം. കുറൾ 482. പരുവത്തോടു ഒട്ട ഒഴുകൽ തിരുവിനൈ തീരാമൈ ആർക്കും കയറു. കാലത്തിനോടൊത്ത ചര്യതാൻ ഐശ്വര്യം പോകാതെ ബന്ധിക്കും പാശം. രാജാവ് ഏതൊരു കാര്യവും പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് സാരം. ശ്രദ്ധിക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മടിപിടിച്ച് മറ്റു കാര്യങ്ങൾ വ്യാപൃതനായി ഏറ്റവും ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ നിസ്സാരമായി കണക്കാക്കിയാൽ, മറ്റൊരു സമയം നോക്കാമെന്ന് കരുതിയാൽ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഖേദകരം തന്നെ. ഒരു രാജാവ് ഒരു രാജ്യത്തിന്റെ നാഥനെന്നിരിക്കെ ഏതൊരു കാര്യവും ഏതൊരു വാർത്തയും സുസൂക്ഷ്മം വീക്ഷിക്കുകയും സമയോചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശത്രു സൈന്യം രാജ്യത്തെ ആക്രമിക്കാൻ എത്തിയിരിക്കുന്നുവെന്നറിഞ്ഞാൽ അക്കാര്യം അടിയന്തിരമായി ഗൗരവമുള്ള ചുവടുവയ്പ്പുകൾ ഉടൻ തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ ആവശ്യമനുസരിച്ച് രാജാവ് തന്റെ മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് യഥാസമയം ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട് എന്നീ കുറളിലൂടെ തിരുവള്ളുവർ രാജാക്കന്മാരെ, നിർഭന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. രാജാവായിക്കൊള്ളട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുന്നത് നന്ന്. മടിയൻ മല ചുമക്കും എന്ന് പറയാം മറ്റൊരു തരത്തിൽ. ഉദാഹരണമായി, ഒരു വിദ്യാർത്ഥി ഓരോ ദിവസവും ഹൃദിസ്ഥമാക്കേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ അസൗകര്യമുള്ളപ്പോൾ അടുത്ത ദിവസങ്ങളിലെങ്കിലും പഠിക്കേണ്ടതുണ്ട്. അതിലൂടെ സമയക്ലിപ്തതയുണ്ടാകുന്നു. മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുന്നില്ല. തീർച്ചയായും അവന്റെ മനസ്സ് ശാന്തമായിരിക്കും. അവിടെ ആഹ്ലാദവും സന്തോഷവും തിരയടിക്കും. അവനെ ഐശ്വര്യ ദേവത കടാക്ഷിക്കുന്നുവെന്ന് അനുഭവപ്പെടും. ഇവിടെ തന്റെ പ്രവൃത്തി യഥാസമയം ചെയ്തതിലൂടെ സംതൃപ്തി ലഭിക്കുന്നു. അതിനെ നമ്മൾ ഐശ്വര്യ കടാക്ഷം എന്ന പേര് നൽകുന്നുവെന്ന് മാത്രം. അതുപോലെ തന്നെയാണ് മാതാപിതാക്കൾ പലപ്പോഴും വിചാരിക്കുന്ന റിസൾട്ട് കിട്ടാത്തതിന് കുട്ടികളെ ശകാരിക്കാറുണ്ട്. ഇക്കൂട്ടർ പഠിക്കുന്ന വേളയിൽ അവരിൽ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ, സമയാസമയം കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം ശ്രദ്ധിക്കാതെ ഒടുവിൽ വിലപിച്ചിട്ട് എന്ത് പ്രയോജനം? അത് കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് ആരോഗ്യകരമല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. അത് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലാത്തൊരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും.
അതെ, ഈ കുറളിലൂടെ തിരുവള്ളുവർ രാജാവിന് ഉപദേശിക്കുന്നതിനോടൊപ്പം തന്നെ, രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സാധാരണ മനുഷ്യർക്കും ഇതുപോലുള്ള സമയത്തിന്റെ ഇത്രയും അമൂല്യമായ സമയത്തിനെ കുറിച്ചും എങ്ങനെയാണ് നമ്മൾ സമയം വിനിയോഗിക്കേണ്ടതിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അതെ, സമയത്തിന് യോജിച്ച വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരിടത്തും ഉറച്ചു നിൽക്കാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഐശ്വര്യത്തെ തന്റെ സമീപത്ത് നിന്ന് അകന്നു പോകാതെ പിടിച്ചു നിർത്തുന്ന കയറാകുന്നു. അതായത് സമയബോധത്തോടെ എന്താണോ ഓരോ സമയവും ചെയ്യേണ്ടത് അത് അപ്പോൾ തന്നെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ള രാജാവിനെ ഐശ്വര്യലക്ഷ്മി ഒരിക്കലും വിട്ടുപോവുകയില്ല. കുറൾ 482. പരുവത്തോട് ഒട്ട ഒഴുകൽ തിരുവിനൈ തീരാമൈ ആർക്കും കയറൂ, കാലത്തിനോടൊത്ത ചര്യതാൻ ഐശ്വര്യം പോകാതെ ബന്ധിക്കും പാശം. ഓവർ സർ, താങ്ക് യു. Curl 482. Timely work is the rope fastened to check the leak of wealth. This curl emphasizes that timely action is the key to preserving and growing wealth. Just as the rope tied around a pot prevents water from leaking, disciplined, time-bound efforts prevent financial waste. A rope symbolizes the system and discipline. For example, budgeting, scheduled investments, or automated bill payments. And leak of wealth explains the loss due to negligence, late fees, missed opportunities, or impulsive spending. So timely work is the rope fastened to check leak of wealth. Scroll 482. പരുവത്തോട് ഒട്ട ഒഴുകൽ തിരുവിനെ തീരാമൈ ആർക്കും കയറും. Scroll 483. அருவினை என்ப உளவோ கருவியான் காலம் அறிந்து செய்யின். செய்யும் செயலை முடிப்பதற்கு வேண்டிய கருவிகளுடன் ஏற்ற காலத்தையும் அறிந்து செய்தால் அரிய செயல்கள் என்பவை உண்டோ? അരുവിനെ സാധിക്കാത്ത കാര്യം என்ப എന്ന് പറയുന്ന ഒന്ന് ഉളവോ രാജാക്കന്മാർക്ക് ഉണ്ടോ? കരുവിയാൽ അതെല്ലാം ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടതായ ഉപാധികളും കാലം അതിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭവും അറിந்து നല്ലപോലെ അറിഞ്ഞ് എല്ലാം ഒത്തുവരുമ്പോൾ ചെയ്യുകയാണെങ്കിൽ പരാജയം എന്നൊന്ന് ഇല്ല തന്നെ. അരുവിനെ என்ப ഉളവോ കരുവിയാർ കാലം മറിந்து ചെയ്യിൻ. സാധിക്കാത്ത കാര്യം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടോ? അതെല്ലാം ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടതായ ഉപാധികളും അതിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭവും നല്ലപോലെ അറിഞ്ഞ് എല്ലാം ഒത്തുവരുമ്പോൾ ചെയ്യുകയാണെങ്കിൽ പരാജയം എന്നൊന്ന് ഇല്ല തന്നെ. താങ്ക് യു സർ. തിരുക്കുറൽ ഭാഗം 2 അർത്ഥപ്രകരണം. പൊരുട്പാൽ. അധികാരം 49. സെൻസ് ഓഫ് ടൈം. കുറൾ 483. അരുവിനൈ என்ப ഉളവോ കരുവിയാൻ കാലം അറിന്തു ചെയ്യിൻ. ആവാത്തതൊന്നുണ്ടോ കരുതലോട് നല്ലപോൽ കാലം അറിഞ്ഞങ്ങ് ചെയ്താൽ. ആവശ്യം വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ബുദ്ധിപൂർവം ഒരുക്കി വെച്ച് തക്ക സന്ദർഭം കാത്തിരുന്ന് എല്ലാം ഒത്തുവരുമ്പോൾ ആ കാര്യം ചെയ്യുന്ന ഒരു രാജാവിന്, ഒരു ഭരണാധികാരിക്ക് വിജയം സുനിശ്ചിതമാണ്. തമിഴ് പദ്യസാഹിത്യത്തിലെ ഈരടികളാണ് കുറൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രീ എന്നർത്ഥം വരുന്ന തിരു എന്നത് മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. തമിഴ് സാഹിത്യത്തിലെ അനശ്വര്യ കാവ്യങ്ങളിൽ ഒന്നായി തിരുക്കുറളിനെ കണക്കാക്കുന്നു. ആലും വേലും പല്ലുക്കറുതി, 4ഉം 2ഉം ചൊല്ലുക്കറുതി. അതായത് ആലിൽ നിന്ന് വീഴുന്നതും കരുവേല മരത്തിലെ വേരും പല്ലിനെ ശുദ്ധിയാക്കും. അതേപോലെ 4 അടി
ഈരടി പാട്ടുകൾ പദങ്ങളെ ശുദ്ധി വരുത്തും എന്ന തമിഴ് ചൊല്ലിൽ നിന്ന് നാലടി പാട്ടുകളും ഈരടി പാട്ടുകളുമാണ് വാക്കുകളുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിബൃഹത്വം മഹത്തായതും വിശാലവുമായ സംസ്കാരങ്ങൾക്ക് ഉടമകളായിരുന്നു ദ്രാവിഡർ എന്നതിന് കനത്ത തെളിവാണ് ഉപനിഷത്തുക്കളോട് കിടപിടിക്കുന്ന താത്വിക ചിന്തകൾ അടങ്ങിയ തിരുക്കുറൾ. തമിഴ് സാഹിത്യത്തിലെ ഇതിഹാസമായ തിരുവള്ളുവരുടെ ഈ കൃതിയിൽ അധികാരം 49 ഒരു രാജാവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ സമയബോധം അല്ലെങ്കിൽ സെൻസ് ഓഫ് ടൈം എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നു. കഴിഞ്ഞു പോയതും നാം ഇപ്പോൾ ജീവിക്കുന്നതും ഇനി വരാനിരിക്കുന്നതും ഇങ്ങനെ കാലത്തെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം എന്ന് 3ആയി തിരിച്ചിരിക്കുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. പുഴയിലൂടെ ഒഴുകിപ്പോയ വെള്ളവും കഴിഞ്ഞുപോയ സമയവും ഒരിക്കലും തിരിച്ചു വരില്ല. അതിനെ ചൊല്ലി ദുഃഖിച്ചിട്ടും ഫലമില്ല. വരാനിരിക്കുന്ന കാലം അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് നല്ലതോ ചീത്തയോ ആകാം. ഒരുവനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവൻ ജീവിക്കുന്ന വർത്തമാനകാലം തന്നെയാണ്. ഇന്ന് എങ്ങനെയോ അങ്ങനെയായിരിക്കും നാളെ. ബലശാലിയും സർവസന്നാഹങ്ങളും ഒരുക്കിയവനുമായ നൃപൻ ശത്രുജയത്തിന് പുറപ്പെടും മുൻപ് കാലം അനുയോജ്യമാണോ എന്ന് ചിന്തിക്കണം. തികഞ്ഞ സമയബോധത്തോടെ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നാൽ അങ്ങനെയുള്ളവർക്ക് പിന്നെ വിജയം സുനിശ്ചിതമാണ്. ആവശ്യം വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ബുദ്ധിപൂർവം ഒരുക്കി വെച്ച് തക്ക സന്ദർഭം കാത്തിരുന്ന് എല്ലാം ഒത്തുവരുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നവനും വിജയം സുനിശ്ചിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്ന് ഷേക്സ്പിയർ പറയുന്നു. വർത്തമാന നിമിഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗീതയിൽ ഉടനീളം ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഉപദേശിക്കുന്നു. ഈ നിമിഷത്തിൽ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വർത്തമാനത്തിൽ ജീവിക്കുകയും ഫലങ്ങളിൽ ആസക്തി തോന്നാതെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക എന്ന ആശയത്തിന് അദ്ദേഹം ഊന്നൽ നൽകുന്നു. കൂടാതെ സമയത്തെ ഒരു മിത്രമായും ശത്രുവായും വിശേഷിപ്പിച്ചിരിക്കുന്നു. വ്യക്തികൾക്ക് അവരുടെ കടമകൾ നിറവേറ്റുന്നതിനും ആത്മീയമായി മുന്നേറുന്നതിനും ഇത് സഹായിക്കുന്നു. അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ നീട്ടിവെക്കുമ്പോഴോ അതൊരു ശത്രുവായി മാറാം. ഈ കുറളിൽ സമയത്തിന്റെ യഥാവിധിയുള്ള രീതി അനുസരിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കുറൾ 483. അരുവിനൈ എൻപ ഉളവോ കരുവിയാൻ കാലം അറിന്ത് ചെയ്യൻ. ആവാത്തതൊന്നുണ്ടോ കരുതലോട് നല്ല പോൽ കാലം അറിഞ്ഞങ്ങു ചെയ്താൽ. താങ്ക് യു. Thank you, ma'am. Second verse 483. Is anything impossible for one doing work timely with due preparations? No. Effectively, nothing is impossible for someone who consistently works timely with due preparation. This principle suggests that consistent, well-planned effort overcomes seemingly insurmountable obstacles. Timely means acting at the opportune moments, avoiding procrastination and leveraging momentum. Due preparation implies thorough planning, acquiring necessary resources, owning skills, and anticipating challenges. Without timely work and due preparation, someone who suddenly decides to run a marathon next week with no training or proper gear will find it impossible. They will likely injure themselves or fail to finish. Timely work and due preparation is the most potent tool one can possess to turn that seemingly impossible into the wonderfully possible. Thank you, sir. കുറൾ 483. അരുവിനെ എൻപ ഉളവോ കരുവിയാൽ കാലം അറിന്ത് ചെയ്യും. കുറൾ 484. 484, 85 ഒരേ വാക്കുകൾ കൊണ്ടുള്ള ഒരേ അർത്ഥം വരുന്ന കുറളുകളാണ്.
ജ്ഞാലം എന്ന് പറഞ്ഞാൽ ലോകം, കാലം കാലം, ഈ രണ്ട് വാക്ക് തന്നെയാണ് എൻ്റെ ഒരു പ്രാസം ഒപ്പിച്ചിട്ടുള്ള കവിതകളാണത് വരുന്നത്. ജ്ഞാലം കരുതിനും കൈകൂടും, കാലം കരുതി ഇടത്താർ ചെയ്യും. செயலை முடிப்பதற்கு ஏற்ற காலத்தை அறிந்து இடத்தோடு பொருந்துமாறு செய்தால் உலகமே வேண்டும் என கருதினாலும் கைகூடும். ജ്ഞാലം അതായത് ഒരുവന് ഈ ഭൂലോകം മുഴുവനും കരുതിനും കീഴടക്കണം എന്ന് കരുതിയാലും അത് കൈകൂടും, സാധിക്കുക തന്നെ ചെയ്യും. എപ്പോൾ? കാലം, തക്കതായ സന്ദർഭം കരുതി കാത്തിരുന്ന് അത് ഒത്തുവരുമ്പോൾ, ഇടത്താൽ സ്ഥലവുമായി പൊരുത്തപ്പെട്ട് കാണുമ്പോൾ, കാലവും സ്ഥലവും അനുകൂലമാവുമ്പോൾ, പൊരുന്ത അവയ്ക്ക് യോജിച്ച വിധത്തിൽ ചെയ്യിൻ അത് നിർവഹിക്കുമെങ്കിൽ ലോകം തന്നെ ഒരുവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങും. എന്ന് വളരെ ലളിതമായിട്ട് എല്ലാം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ലോകം തന്നെ വേണമെങ്കിലും കൈക്കുള്ളിലാക്കാൻ എളുപ്പമാണ് എന്ന് തിരുവള്ളുവർ പറയുന്നു. ഇതേ ഇത് തന്നെ അടുത്തതിൽ വരുന്നുണ്ട്. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ കാലം കരുതി ഇരുപ്പർ കലങ്കാത് ജ്ഞാല കരുതി കരുതുപോവർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് അടുത്തതിൽ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സർ. അധികാരം 49 സമയബോധം, സെൻസ് ഓഫ് ടൈം. കൃത്യനിഷ്ഠയെ പറ്റിയാണ് ഇതിൽ കൂടുതലായും പ്രതിപാദിക്കുന്നത്. കാലം ആർക്ക് വേണ്ടിയും കാത്തിരിക്കാറില്ല. കാലചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ജ്ഞാലം കരുതിനും കൈക്കൂടും, കാലം കരുതി ഇടഞ്ഞാർ ചെയ്യുന്നു. ലോകത്തെ വെല്ലേണമെങ്കിലും സാധിക്കും, സ്ഥലവും സമയവും കാണുന്ന ഭൂപന് അഖില ലോകത്തെയും കൈയടക്കാം. കാലമറിയും അളവിട ഒത്തു ചെയ്താൽ. രാജ്യത്തെ സംരക്ഷിച്ച ഏത് പ്രവൃത്തിയും അനുകൂല സമയത്തായാൽ നല്ല ഫലം നൽകും. രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു രാജാവ് അത് അനുകൂല സമയത്ത് പൂർണ്ണ ശക്തിയോടെ ചെയ്താൽ വേണമെങ്കിൽ ഈ ഭൂലോകം തന്നെ കീഴടക്കാനാകും. എന്നാൽ അനുകൂലമാകാത്ത സാഹചര്യമാണെങ്കിലോ, പ്രതികൂല സാഹചര്യത്തിൽ എതിരിട്ട് ആക്രമിക്കുകയാണെങ്കിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു കർമ്മം ചെയ്യാൻ അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഔചിത്യം ഈ ഈരടികൾ വ്യക്തമാക്കും. തക്ക സമയം വരെ നാം ശാന്തമായി കാത്തിരിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയം വരിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അനുകൂല സമയമാണ് ഇതിൽ പ്രധാനം ഉള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അനുകൂല സമയം ആഗതമായാൽ പിന്നെ താമസം പാടില്ല. തക്ക സമയത്ത് തൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിക്കണം. ജീവിതത്തിൽ രാജാവായാലും പ്രജയായാലും അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്ന് ഈ കുറൾ നമ്മെ പഠിപ്പിക്കുന്നു. കാറ്റുള്ളപ്പോഴേ തൂറ്റാനാകുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലെ തനിക്ക് യോജിച്ച ചെറുമത്സ്യം വരുന്നത് വരെ ചലനം കൂടാതെ കാത്തു നിൽക്കുന്ന കൊക്കുപോലെ സന്ദർഭം എത്തുന്നതുവരെ കാത്തു നിൽക്കണം. കുളത്തിനരികിലുള്ള കൊറ്റി അഥവാ കൊക്ക് അത് അനങ്ങാതെ വെള്ളത്തിൽ നോക്കി നിൽക്കും. ജലപ്പരപ്പിൽ തൻ്റെ ഇഷ്ടഭക്ഷണമായ മീൻ വരുമ്പോൾ ഒറ്റ കൊത്തിൽ അതിനെ ചുണ്ടുകളിൽ കൊത്തിയിടും. ഈ തന്ത്രമാണ് രാജാവിനും വേണ്ടത്. മുയലിനെ പോലെ പതുങ്ങണം, തക്ക സമയത്ത് ചെന്നായെപ്പോലെ ചാടി വീഴണം. തന്ത്രശാലിക്ക് തളരാതെ പൊരുതി ജയിക്കാം. ജീവിതമെന്ന് സാരം. ഈ ലോകം തന്നെ കീഴടക്കാൻ നമുക്ക് സമയോചിതമായ നമ്മുടെ പ്രവൃത്തി സഹായിക്കും എന്ന് സാരം. 484 ജ്ഞാലം കരുതിനും കൈക്കൂടും, കാലം കരുതി ഇടഞ്ഞാർ ചെയ്യും. താങ്ക് യു സർ. Kural 484. Even to possess the world is possible. If half time is known, the place is fitting. If one discerns the right time and fitting place, even the whole world shall yield to them. And even to possess the world is possible if half time is known and the place is fitting. This Kural teaches
that success is an endeavor depends upon two critical factors: choosing the right moment to act, and the second one is selecting the optimal environment for execution. So master these, and even seemingly impossible goals became achievable. Kurul 484, ജ്ഞാലം കരുതിനും കൈക്കൂടും കാലം കരുതി ഇടത്താർ ചെയ്. Kurul 485. കാലം കരുതി ഇരുപ്പർ കലങ്കാത് ஞாலம் கருதுபவர். உலகத்தை கொள்ள கருதுகின்றவர் அதை பற்றி எண்ணி கலங்காமல் அதற்கு ஏற்ற കാലത്തെ കരുതിക്കൊണ്ട് പുറത്തിരിപ്പർ. നേരത്തെ സൂചിച്ച പോലെ തന്നെയാണ്. അയാൾ ആഗ്രഹിക്കുകയാണ് ഈ ലോകം തന്നെ എൻ്റെ കൈയിൽ ആക്കണം എന്ന് വിചാരിച്ചാൽ സമയം സന്ദർഭം നോക്കിയിരുന്നാൽ മതി എന്ന് കവി പറഞ്ഞു. ഇതിലും അത് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ സമയം സന്ദർഭം ഒരുക്കി ക്ഷമയോട് കാത്തിരിക്കുന്നവരെ ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ലോകം അവരുടെ കയ്യിലേക്ക് വന്ന് വിടും എന്നുള്ളത് തന്നെയാണ്. കാലം കരുതി ഇരുപ്പർ കലങ്കാത് ஞாலம் കരുതുപവർ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്കെടുക്കുകയാണ്. ஞாலம், ഈ ഭൂമി മുഴുവൻ. രണ്ടാമത്തെ വരിയിൽ രണ്ടാമത്തെ വാക്ക്. ആദ്യം വരിയിൽ അവസാനത്തെ വാക്കെടുക്കുക കലങ്കാത്. ஞாலம், ഈ ഭൂമി മുഴുവൻ. കലങ്കാതെ, ലക്ഷ്യം തെറ്റാതെ ദൃഢചിത്തരായി. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് കരുതുപവർ, കീഴടക്കാൻ ആഗ്രഹമുള്ളവർ, അതായത് രാജാക്കന്മാർ. സൈന്യബലം വലുതാണെങ്കിലും മറ്റുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണെങ്കിലും അതിലൊന്നും ഭ്രമിക്കാതെ. ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കാലം, ഏറ്റവും അനുയോജ്യമായ കാലത്തെ. അതിനടുത്ത വാക്ക് കരുതി, കാത്ത്. ഇരുപ്പർ, അത് വന്നെത്തുന്നവരെയും ക്ഷമിച്ചിരിക്കും. ഈ ലോകം മുഴുവനും അടക്കി വാഴണം എന്നുള്ള ദൃഢചിത്തതയോടെ കാത്തിരിക്കുന്ന മന്നവൻ സൈന്യബലവും മറ്റ് സേനകളുമൊക്കെ പൂർണ്ണമായാലും എടുത്തു ചാടുകയില്ല. തക്ക സന്ദർഭം വരുന്നതുവരെയും ക്ഷമിക്കും. അങ്ങനെയൊരു സന്ദർഭം തന്നെയാണ് വിജയത്തിലെ മുഖ്യ ഘടകം. കാലം കരുതി ഇരുപ്പർ കലങ്കാത് ஞாலம் കരുതുപവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. അധികാരം 49. കുറൾ 485. കാലം കരുതി ഇരുപ്പർ കലങ്കാതു ஞாலம் കരുതുപവർ. കാലം കരുതിയിരുന്നിടും ക്ഷമയോടെ ഭൂമിതൻ കോയ്മ ഇച്ചിപ്പോർ. ഈ കുറളിൽ പറയുന്നത് ഈ ലോകം മുഴുവൻ അടക്കി വാഴണം എന്നുള്ള ദൃഢചിത്തതയോടെ കാത്തിരിക്കുന്ന മന്നവൻ സൈന്യബലവും മറ്റ് സന്നാഹങ്ങളുമൊക്കെ പൂർണ്ണമായാലും എടുത്തു ചാടുകയില്ല. തക്ക സമയം വരുന്നത് വരെ ക്ഷമിക്കും. അങ്ങനെ ഒരു സന്ദർഭം തന്നെയാണ് വിജയത്തിലെ മുഖ്യ ഘടകവും. സമയത്തിന്റെ മൂല്യത പറയുമ്പോൾ ഇവിടെ സമയത്തെയാണ് ഒരു രാജാവ് ഓരോ സമയവും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്നും പ്രത്യേകിച്ചും ശത്രുപക്ഷത്തിൽ വിജയം നേടുന്നതിന് എങ്ങനെയാണ് കരുതിയിരിക്കേണ്ടതെന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സമയത്തെ കൃത്യതയോടെ ഉപയോഗിക്കുന്നവന് വിജയം സുനിശ്ചിതമാണ്. സമയത്തെ ഗൗനിക്കാതെ അലസനായ ഒരു വ്യക്തിക്ക് ഭൂതകാലവുമില്ല, വർത്തമാനകാലവുമില്ല, ഭാവി എന്നത് ചിന്തിക്കുകയേ വേണ്ട. സമയം ആരെയും കാത്തിരിക്കാതെ കടന്നുപോകും. അതുകൊണ്ട് നമ്മളുടെ സമയത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും ഈ കുറൾ സൂചിപ്പിക്കുന്നു. സമയം എന്നത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണുള്ളത്. ഒരാളിന്റെ ഏറ്റവും വലിയ ധനം എന്നത് അയാളുടെ സമ്പത്തല്ല, മറിച്ച് സമയമാണ്. എന്തൊക്കെ സമ്പാദിച്ചിരുന്നാലും അത് അനുഭവിക്കാൻ സമയം കൂടി ആവശ്യം തന്നെ. അതുകൊണ്ട് സമയത്തെ
തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നയാളിന് ജീവിത വിജയം സുനിശ്ചിതമാണ്. ഗീതോപദേശം ഇങ്ങനെ പറയുന്നു: ജീവിതം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഒരു സത്യം മാത്രം നാം മനസ്സിലാക്കിയാൽ മതി: നമുക്ക് ഭാവി എന്താണെന്ന് പ്രവചിക്കുവാനും കഴിയില്ല, നമ്മുടെ ഭാവിയെ നിർമ്മിക്കുവാനും കഴിയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും സമയത്തെ ആലിംഗനം ചെയ്യുക മാത്രമാണ്. അനുകൂല സമയത്തെ സ്വാഗതം ചെയ്യുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ സമയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സമയം സൗജന്യമാണ്, എന്നാൽ അതിനെ വിലമതിക്കാൻ ആവാത്തതുമാണ്. സമയത്തിന്റെ സദുപയോഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വന്തമാക്കാൻ കഴിയും. അതുപോലെ നമ്മളൊരു ഫാമിലിയിലെ കാര്യം എടുക്കുകയാണെങ്കിലും, ഒരു വ്യക്തി അയാളുടെ ഒരു ദിവസത്തെ സമയത്തെ ഫാമിലിയോടൊപ്പം എത്ര സമയം ചെലവഴിക്കണം, സമൂഹത്തോട് എത്ര സമയം ചെലവഴിക്കണം, അതുപോലെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എത്ര സമയം ചെലവഴിക്കണമെന്ന് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് അയാളുടെ ജീവിത വിജയം കാണാൻ കഴിയുന്നത്. നമ്മളുടെ ഒരു ദിവസത്തിന്റെ 80% നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും 20% മാത്രമാണ് നമ്മൾ പ്രയോജനകരമായി ക്വാളിറ്റി ഉള്ളതായി ചെയ്യുന്നതെന്നും പഠനങ്ങൾ പറയുന്നു. സമയം കറൻസി പോലെയാണ്. ഒരിക്കൽ ചിലവഴിച്ചാൽ അത് തിരികെ കിട്ടില്ല. സമയത്തെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം ഉചിത സമയം കണ്ടെത്തി അതിനെ സദുപയോഗത്തിൽ കൊണ്ടുവരുന്നതിലൂടെ ജീവിത വിജയം നേടാൻ കഴിയും. ഈ കുറളിൽ തിരുവള്ളുവർ നിർഭന്മാരെ സമയചിത്തതയോടെ ഓരോ ചുവടുവയ്പും നടത്തേണ്ടതിന്റെയും, എങ്ങനെയാണ് രാജാവിന് ശത്രുക്കളെയും സ്വരാജ്യത്തെയും സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഈ ഭൂമി മുഴുവൻ ലക്ഷ്യം തെറ്റാതെ ദൃഢചിത്തരായി കീഴടക്കാൻ ആഗ്രഹമുള്ള രാജാക്കന്മാർ സൈന്യബലം വലുതാണെങ്കിലും മറ്റുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണെങ്കിലും അതിലൊന്നും ഭ്രമിക്കാതെ ഏറ്റവും അനുയോജ്യമായ കാലത്തെ കാത്ത് അത് വന്നെത്തുന്നത് വരെയും ക്ഷമിച്ചിരിക്കും. കുറൾ 485. കാലം കരുതി ഇരുപ്പർ കലങ്കാതു ജ്ഞാനം കരുതുപവർ. കാലം കരുതിയിരുന്നിടും ക്ഷമയോടെ ഭൂമിതൻ പോയ്മ ഇച്ചിപ്പോൾ. ഓവർ സർ, താങ്ക് യു. സർ കഴിഞ്ഞു. സാബു സാർ മ്യൂട്ടാ. സാബു സാർ ഉണ്ടോ? Okay. Qural 485. Those desirous of winning the world are not desperate, but waiting for suitable time for it. Those who seek to conquer the world never fret, but wait discerning for the right moment to act. The key insight is the true conquerors, for example, goals, markets, life, are not impulsive. They are combined patience, preparation, and precise timing. Qural 485. കാലം കരുതിയിരുപ്പർ കലങ്കാത് ജ്ഞാനം കരുതുപവർ. Qural 486. ஊக்கம் உடையான் ஒடுக்கம் பொருதகர் தாக்கற்கு பேருந் தகைத்து. ஊக்கம் மிகுந்தவன் காலத்தை எதிர்பார்த்து அடங்கியிருத்தல். போர் செய்யும் ஆட்டுக்கடா தன் பகையை தாக்குவதற்காக பின்னே கால் வாங்குதலை போன்றது. ഊക്കമുടയാൻ ഒടുക്കം. ഊക്കം തക്കതായ കരുത്ത്, ഉടയാൻ ഉള്ളവനായ ഒരുവന്റെ, ഒടുക്കം തൽക്കാലത്തെ പിൻവാങ്ങൽ, അതായത് അനുയോജ്യമായ കാലം വരട്ടെ എന്നുള്ള കാത്തിരിപ്പ്. പൊരുതകർ
പോർ ചെയ്യുന്ന മുട്ടനാട് താക്കർക്ക് തന്റെ എതിരാളിയെ ഇടിച്ചു വീഴ്ത്തുന്നതിന് പേരുംതുകയ്ത്ത് പിൻവാങ്ങുന്നത് പോലെയാണ്. തക്കതായ കരുത്തുള്ളവനായ ഒരുവന്റെ തൽക്കാലത്തെ പിൻവാങ്ങൽ, അതായത് അനുയോജ്യമായ കാലം വരട്ടെ എന്നുള്ള കാത്തിരിപ്പ്, പോർ ചെയ്യുന്ന മുട്ടനാട് തന്റെ എതിരാളിയെ ഇടിച്ചു വീഴ്ത്തുന്നതിന് പിൻവാങ്ങുന്നത് പോലെയാണ്. ഓവർ. താങ്ക് യു സർ. കുറൽ 486. ഊക്കമുടയാൻ ഒടുക്കം പൊരുതകർ താക്കർക്കു പേരു തകന്തു. ശക്തന്റെ കാത്തിരിപ്പെ തിരിയെ മുട്ടാട് താക്കുവാൻ പിൻവാങ്ങും പോലെ. യുദ്ധം ചെയ്യിക്കാൻ ഒരുമ്പെടുന്ന രാജാക്കന്മാർക്ക് വേണ്ടത് യോജ്യമായ സന്ദർഭത്തെക്കുറിച്ചുള്ള ബോധമാണ്. കാലം അനുകൂലമല്ലെങ്കിൽ എത്ര ശക്തിയും വലിപ്പവും ഉണ്ടായിട്ടും കാര്യമില്ല. കടുത്ത വേനൽ, കനത്ത മഴ ഇതൊക്കെ അസുഖകരങ്ങളാകയാൽ അക്കാലങ്ങൾ പടനീക്കത്തിന് യോജിച്ചതല്ല. അന്നപാനാദികൾക്ക് ക്ഷാമമുള്ള കാലവും നന്നല്ല. സൈനികർക്ക് ഒന്നുകൊണ്ടും മടുപ്പും പരാജയഭീതിയും തളർച്ചയും ഉണ്ടാവാത്ത കാലമാണ് യുദ്ധത്തിന് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നും നോക്കാതെ തോന്നിയ ദിവസം യുദ്ധത്തിന് പുറപ്പെടുന്നത് ഒട്ടും ബുദ്ധിയല്ല. ആർക്കും ശുഭപ്രതീക്ഷയുടെ നിലവിളക്കാണ് ജീവിതം. ഒരു നല്ല കാലം വരുമെന്ന് കണക്കുകൂട്ടാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ അതിനായി ചില ഒരുക്കങ്ങളും കരുതലുകളും അത്യാവശ്യമാണ്. വഴി ഒരുക്കേണ്ടതുണ്ട്. ഇല്ലാത്ത വഴിയിലൂടെ എങ്ങനെയാണ് ഒരാൾ വരിക? ഇച്ഛാശക്തിയുള്ളവന് ഈ ലോകം മുഴുവൻ തന്റെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ സാധിക്കും. സ്ഥലവും കാലവും സന്ദർഭവും യോജിച്ചു വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമ ഷഡതേ എത്ര വിദ്യന്തേ തത്ര ദൈവം സഹായകർ. പ്രയത്നം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഇവ ആറുമുള്ളിടത്ത് ദൈവം സഹായത്തിനെത്തുന്നു. ഒരു ചക്രം കൊണ്ട് മാത്രം രഥം മുമ്പോട്ട് പോകുന്നില്ല. വിധി അനുകൂലമാണെന്ന് വെച്ച് കാര്യങ്ങൾ വിജയിക്കണമെന്നുമില്ല. ഒപ്പം പ്രയത്നവും വേണം. സിംഹത്തിന്റെ കാര്യം തന്നെ നോക്കുക. ഇത്രയൊക്കെ കരുത്തുണ്ടായിട്ടും, മൃഗരാജൻ എന്ന പദവി ഉണ്ടായിട്ടും സ്വന്തം കാര്യത്തിന് അത് ഇറങ്ങി പുറപ്പെടുന്നു. ഉത്സാഹിക്കുന്നു, അധ്വാനിക്കുന്നു. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കില്ല. ഉറങ്ങുന്ന സിംഹത്തിന്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം ചെന്ന് കയറുന്നില്ലല്ലോ. ഉദ്യമേ നഹി സിദ്ധ്യന്തി കാര്യാണി നഹ മനോരഥൈ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗ. ഈ ലോകം ജയിക്കണമെന്നുള്ളവർക്ക് ആഗ്രഹം മാത്രം പോരാ, ഉചിതമായ സമയബോധവും കൂടി വേണം. കരുത്തനും ബുദ്ധിമാനുമായ ഒരുവൻ ഒരു കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിക്കുന്നില്ല. സന്ദർഭം അനുകൂലമാവുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കും. സാംസന്റെയും ദലീലയുടെയും കഥയിൽ തലമുടിയിലായിരുന്നു സാംസന്റെ ശക്തി മുഴുവൻ. ശത്രുക്കൾ അയാളെ ചതിയിൽപ്പെടുത്തി തലമുണ്ടനം ചെയ്ത് അന്ധനാക്കി കാരാഗ്രഹത്തിൽ അടച്ചു. വേണ്ടുവോളം മുടി വളരും വരെ അയാൾ ക്ഷമിച്ചു. പിന്നെ ഒരു ദിവസം കൊട്ടാരത്തിലെ സ്തംഭങ്ങൾ ഞെരിച്ചു തകർത്തു. എല്ലാം നിലം പൊത്തി ശത്രുക്കൾ ഒന്നടങ്കം നശിച്ച് നാമാവശേഷരായി. മുട്ടനാട് ശത്രുവിന്റെ മുന്നിൽ നിന്ന് മെല്ലെ പുറകോട്ട് വരും. തല പിൻവശത്തോട്ടൊന്ന് തിരിക്കും. അല്പം ഒന്ന് നിൽക്കും. ഇതൊക്കെ എന്തിനാണെന്നോ? ഓർക്കാപ്പുറത്ത് പൂർവാധികം ശക്തിയോടെ പാഞ്ഞു ചെന്ന് ശത്രുവിനെ ഇടിച്ചു വീഴ്ത്തുവാൻ വേണ്ടി. സർവസജ്ജീകരണങ്ങളും ഇച്ഛാശക്തിയും സൈന്യബലവും ഒക്കെ തികഞ്ഞിരുന്നാലും തൽക്കാലം പിന്മാറുന്ന രാജാക്കന്മാരുണ്ട്. യുദ്ധത്തിൽ ഇരട്ടി വീര്യത്തോടെ ആഞ്ഞടിക്കുവാൻ വേണ്ടി. ഷേക്സ്പിയർ പറഞ്ഞത് ഇതാണ്: ഏത് നായ്ക്കുമുണ്ടാവും അതിൻ്റെതായ ഒരു ദിവസം. സൃഷ്ടികൾക്കെല്ലാം നിലനിൽപ്പുണ്ട്. അതിന് പ്രയത്നം വേണം, വിജയം വേണം. വിജയത്തിന് കാലം വേണം, സന്ദർഭം വേണം, കാലം അനുകൂലമാവുകയും വേണം. അതാണ് പ്രധാനം. കുറൽ 486. ഊക്കമുടയാൻ ഒടുക്കം പൊരുതകർ താക്കതർക്കു പേരും തകയ്ത്തു. ശക്തന്റെ കാത്തിരിപ്പെ തിരിയെ മുട്ടാട് താക്കുവാൻ പിൻവാങ്ങും പോലെ. താങ്ക് യു സർ.
486. Storm keeps calm like the fighter god, subsides just to pounce and attack enemy. Here is a powerful interpretation of Tirukkural 486, blending its ancient warrior wisdom with modern strategic thinking. Like a skilled god fighter measures its opponent's strength before striking, and the wise assess situation before acting. So Kural uses the fighting god as a metaphor, and these beats don't charge blindly, but tactically react to study the opponents before decisive attacks. Kural 486. Ukam Udayan Udukam Purudagar Takadark Pere Tagait. Kural 487. பொள்ளன ஆங்கே புறம் வேறார் காலம் பார்த்து உள்வேற்பர் உள்ளியவர். அறிவுடையவர் பகைவர் தீங்கு செய்த அப்பொழுதே உடனே புறத்தில் சினம் கொள்ள மாட்டார். வெல்வதற்கு ஏற்ற காலம் பார்த்த அகத்தில் சினம் கொள்வர். பொள்ளன ஆங்கே புறம்பேரார் കാലം പാർത്ത് ഉൾവേർപ്പർ ഉള്ളിയവർ. രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഉള്ളിയവർ. ഉള്ളിയവർ പറഞ്ഞാല് വിജ്ഞാനമായി അല്ലെങ്കിൽ അറിവുള്ളവർ. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ആങ്കെ, എതിരാളിയുടെ പ്രവൃത്തിയിലുള്ള കോപം ആ നിമിഷം തന്നെ അവർ കൂടി മനസ്സിലാക്കുന്ന വിധത്തിൽ പൊള്ളന്, ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് പൊള്ളന്, അത്രയും പെട്ടെന്ന് സ്ഫോടനം പോലെ പുറം വേരാർ പുറത്തു കാണിക്കുകയില്ല. കാലം തനിക്ക് അവരെ കീഴടക്കാൻ പറ്റിയ സന്ദർഭം പാർത്ത് കാത്തിരുന്ന് അതറിഞ്ഞ് അങ്ങനെ ഒരു സന്ദർഭം വരുകയും ഉൾവേർപ്പർ ആ കോപത്തെ ഉള്ളിൽ ഒതുക്കി നിർത്തും. വിവേകശാലികളായ രാജാക്കന്മാർക്ക് ശത്രുക്കളോട് തോന്നുന്ന കോപം അപ്പോൾ തന്നെ പരസ്യമായി പുറത്ത് കാണിക്കുകയില്ല. നിഗൂഢമായി അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കും. പകരം വീട്ടാനുള്ള തക്ക അവസരം വരുന്നത് വരെ അവർ അത് ഉള്ളിൽ തന്നെ ഒതുക്കി വയ്ക്കുകയും ചെയ്യും. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2 അർത്ഥപ്രകരണം. രാജധർമ്മം അധികാരം 49. കുറൾ 487. പൊള്ളന ആകെ പുറം വേരാർ കാലം പാർത്ത് ഉൾവേർപ്പർ ഉള്ളിയവർ. പെട്ടെന്ന് കോപം പുറത്തു കാട്ടാ വിജ്ഞർ തക്കം പാർത്തുള്ളിൽ വയ്ക്കുന്നു. വിവേകശാലികളായ രാജാക്കന്മാർക്ക് ശത്രുക്കളോട് തോന്നുന്ന കോപം അപ്പോൾ തന്നെ പരസ്യമായി പുറത്തു കാട്ടുകയില്ല. നിഗൂഢമായി അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കും. പകരം വീട്ടാനുള്ള തക്ക അവസരം വരുന്നത് വരെ അവർ അത് ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എതിരാളികൾ അതിശക്തന്മാരാണെന്ന് കണ്ടാൽ വിവേകമതിയായ രാജാവ് അവരിൽ വിരോധത്തിന്റെ ഒരു തരി പോലും പ്രകടിപ്പിക്കുകയില്ല. പകരം കൗശലക്കാരനായ രാജാവ് അവരെ പ്രീണിപ്പിക്കുവാനുള്ള മാർഗങ്ങളും അവലംബിക്കും. അവരുടെ ശക്തിക്ഷയം സംജാതമാകുമ്പോൾ തന്റെ മുൻവൈരം ആഞ്ഞടിക്കാനും അങ്ങനെ അവരിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. ഇതുപോലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരുന്ന ചെടികൾക്കും മരങ്ങൾക്കുമാണ് നല്ല ഉറപ്പും കാതലുമൊക്കെ ഉണ്ടാവുക. ആവോളം വെള്ളവും വളവും ഒക്കെ ലഭിച്ചു വളരുന്ന മരങ്ങൾക്ക് ഒരുപക്ഷെ ഇത്രയും ഉറപ്പും കാതലും ഉണ്ടാകണമെന്നില്ല. എതിരാളികൾ ഉള്ളപ്പോൾ മാത്രമാണ്
ഒരാൾ ജയിക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നത്, നമ്മുടെ ഉള്ളിലെ പോരാട്ടം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ എതിരാളികളോട് എതിരിടുന്നതിനുള്ള ആ ഒരു ശത്രുതാ മനോഭാവം എല്ലാ വീറും വാശിയോടും കൂടി ഉണരുന്നത്. ശത്രുക്കൾ എന്നും ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വെല്ലുവിളികളും നേരിടുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പൂർണ്ണമായും നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കാനും കഴിയും. ആരൊക്കെയാണ് രാജശത്രുക്കൾ? ഒരുപക്ഷെ അത് സുഹൃത്തായി ഒപ്പം നടക്കുകയും ഭരണകാര്യങ്ങളെ രാജാവിനെ ഉപദേശിക്കുകയും ഒപ്പം ശത്രുപക്ഷത്തിന് രാജ്യ സൈനിക കാര്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്യാറുള്ള മിത്രമാണ് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു. രാജാവിന്റെ കാര്യം പോലെ തന്നെയാണ് സാധാരണ മനുഷ്യനും. ഇക്കാര്യം ശ്രദ്ധിക്കുന്നതിനായി നമുക്കൊരു പരീക്ഷണം തന്നെ നടത്താം. നമ്മുടെ ഒരു മിത്രത്തെ, ആത്മമിത്രത്തെ 2 ദിവസം ശത്രുവായി മാറ്റി നിർത്തുക. അപ്പോഴും അയാൾ തന്റെ സുഹൃത്തിനെ കുറിച്ച് നല്ലത് മാത്രം പറയുകയാണെങ്കിൽ അയാൾ തന്നെയാണ് യഥാർത്ഥ മിത്രം. അങ്ങനെ നമ്മൾ ശത്രു മിത്രങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ ഇപ്പോൾ കാണുന്നത് ഒരു പാർട്ടിയിലെ ഒരു അംഗത്തിന്റെ വീഴ്ച ആ പാർട്ടിയെ മുഴുവൻ ബാധിക്കുന്ന തരത്തിൽ കൊട്ടി ആഘോഷിച്ച് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ശത്രുപക്ഷം വിജയം നേടുന്നതിന് ഇന്ന് കാണാൻ കഴിയും. സർവ്വസാധാരണവും തന്നെ. വിജയം കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിംഹത്തിനെ കാട്ടിലെ രാജാവെന്നാണ് വിളിക്കുന്നത്. സിംഹത്തിന്റെ ശ്രദ്ധ എപ്പോഴും ഇരയിൽ തന്നെ ആയിരിക്കും. മറ്റിരകളെ ഇടയിൽ കണ്ടാൽ കൂടി തന്റെ ലക്ഷ്യത്തിൽ നിന്നത് വ്യതിചലിക്കില്ല. താൻ ലക്ഷ്യം വെച്ച ഇരയിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. അതുപോലെ ആകണം രാജാവ്. രാജാവ് ആദ്യം കണ്ട ലക്ഷ്യം എന്താണോ, ശത്രുവിൽ വിജയം എന്ന ശ്രദ്ധ, അതിനിടയ്ക്കുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകണം. കൈവരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തിനേയും നമുക്ക് ശത്രുപക്ഷത്ത് നിർത്തേണ്ടി വരും. ഒരു എതിരാളി മനോഭാവം എപ്പോഴും ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യമാണെന്ന് സാരം. അതുപോലെ തന്നെ ഒരാൾ തന്റെ ലക്ഷ്യപ്രാപ്തിക്കായി തൻ്റെതായ ചില ദുഷ്സ്വഭാവങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. എങ്ങനെയാണോ ശത്രുവിനെ പരാജിതനാക്കാനായി ഏതൊക്കെ ഘടകങ്ങളാണോ കൈമുതലാക്കേണ്ടത് അതെല്ലാം കൈമുതലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ കായിക ബലവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ രാജാവിന് വിജയിയാകാൻ, ശത്രുവിനെ പരാജിതനാക്കാൻ വേണ്ടുന്ന മന്ത്രമാണ് ഈ കുറളിലൂടെ തിരുവള്ളുവർ പറയുന്നത്. വിജ്ഞന്മാരായിട്ടുള്ളവർ എതിരാളിയുടെ പ്രവൃത്തിയിലുള്ള കോപം ആ നിമിഷം തന്നെ അവർ കൂടി മനസ്സിലാക്കുന്ന വിധത്തിൽ അത്രയും പെട്ടെന്ന് പുറത്തു കാണിക്കുകയില്ല. കാലം തനിക്ക് അവരെ കീഴടക്കാൻ പറ്റിയ സന്ദർഭം വരുന്നതുവരെയും ആ കോപത്തെ ഉള്ളിൽ ഒതുക്കി നിർത്തും. കുറൾ 487. പൊള്ളന ആങ്കെ പുറം വേരാർ കാലം പാർത്തു ഉൾവേർപ്പർ തുള്ളിയവർ. പെട്ടെന്ന് കോപം പുറത്ത് കാട്ടാ വിജ്ഞർ തക്കം പാർത്തുള്ളിൽ വയ്ക്കുന്നു. ഓവർ. താങ്ക് യു സർ. Kural Kural 487 state that wise men troubled by enemies won't protect fast. They hide revenge, waiting opportunity for the victory. The wise will not immediately and quickly show out their anger. They will watch their time and restrain it within. The king, having an understanding of people's needs, would not betray signs of sudden anger, but ever with a vengeful heart would bide their lime upon the path. When irritated by one, clear-minded men never show it then and there. Holding it within, they watch for a convenient or favorable moment. So
ദേഷ്യപ്പെടുമ്പോൾ വ്യക്തമായ മനസ്സുള്ളവർ ഒരിക്കലും അത് അവിടെയും ഇവിടെയും കാണിക്കില്ല. അതിനുള്ളിൽ പിടിച്ച് അവർ ഒരു അവസരത്തിനായി നോക്കും എന്ന് സാരം. ഓക്കെ, ഓവർ. കുറൾ 487. പൊള്ളനെ ആങ്കെ പുറംവേരാൽ കാലം Yes. പാർ ഉൾവേർപ്പ് ഉള്ളിയവർ. കുറൾ 488. ചെറുനரை കാണിൻ சுமக்க இருவரை காணின் கிழக்காம் தலை. பகைவரை கண்டால் பொறுத்து செல்ல வேண்டும். அப்பகைவர்க்கு முடிவு காலம் வந்தபோது அவருடைய தலை கீழே விழும். ചെറുനരെ കാണിർ. വിജയം കാംക്ഷിക്കുന്ന രാജാവ് ചെറുനരെ തൻ്റെ ശത്രുക്കളായിട്ടുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ ചുമക്ക അവരുടെ അധപതനത്തിന്റെ കാലം വന്നെത്തുന്നതുവരെ അവരെ ചുമന്നുകൊണ്ട് നടക്കണം. അതായത് അവരെ ബഹുമാനിക്കുകയും വാഴ്ത്തുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് സാരം. എന്നാൽ ഇരുവരെ അതിന് ഒരു അന്ത്യകാലം കാണിൻ വന്നു നിന്ന് കണ്ടാൽ തലൈ അവരുടെ ശിരസുകൾ കിഴക്കാം കീഴേ താഴെ വീഴ്ത്താവുന്നതാണ്. ചെറുനരെ കാണിർ സുമക്ക ഇരുവരെ കാണിൻ കിഴക്കാൻ തലൈ. അതിശക്തരാണ് എതിരാളികൾ, അവരുടെ സമയം വളരെ നല്ലതാണ് എന്നൊക്കെ കണ്ടാൽ ബുദ്ധിമാനായ രാജാവ് അവരെ പണിഞ്ഞു നടക്കണം. അവരെ വാഴ്ത്തുകയും ബഹുമാനപൂർവ്വം ശുശ്രൂഷിക്കുകയും ഒക്കെ വേണം. ഒരർത്ഥത്തിൽ അവരെ ചുമന്നുകൊണ്ട് നടക്കണം. അന്യരായിട്ടുള്ളവർ പാദം പണിയുകയും തലയിലേറ്റ് നടക്കുകയും ചെയ്യുന്നതിൽ മതിമറന്ന് അവരുടെ ചിന്താശക്തിയും കർമ്മശേഷിയും നഷ്ടപ്പെടുന്ന അവസരത്തിൽ പെട്ടെന്ന് കാലം ചീത്തയാവുന്നു, ശക്തിയെല്ലാം നശിക്കുന്നു. ആ അവസരം നോക്കി അവരുടെ തല താഴത്ത് വീഴ്ത്താം. ഓവർ. താങ്ക് യു. കുറൾ 488. അർത്ഥപ്രകരണം രാജധർമ്മം. ചെറുനரை കാണിൻ ചുമക്ക ഇരുവരെ കാണിൻ കിഴക്കാം തലി. ശത്രുവെ കണ്ടാൽ ചുമക്കണം, അതിനറുതി എത്തവേ തല താഴെ വീഴ്ത്താൻ. മറ്റാർക്കു ദുഷ്കാലം വരുവോളം കാക്കണം, താനേ പോയി കെട്ടിടും മികച്ചോനും കാലാന്തി. ശത്രു ശക്തനായാൽ നാം കാത്തിരിക്കണം, അവരെ ബഹുമാനിക്കണം, വേണ്ടി വന്നാൽ ചുമന്നുകൊണ്ട് നടക്കുകയും വേണം. അവർക്ക് ദുഷ്കാലം വരുന്നതുവരെ നാം കാത്തിരിക്കണം. അതുപോലെ ഏതൊരു വ്യക്തിയും നമ്മുടെ കർത്തവ്യം നിർവഹിക്കുക. അതിനുവേണ്ടി ശത്രു ബലവാനായി നിൽക്കുമ്പോൾ നിശബ്ദത പാലിക്കുകയും ദുഷ്കാലം വരുമ്പോൾ ആഞ്ഞടിക്കുകയും ചെയ്യുക. അപ്പോൾ അവർ അശക്തനാകും. ആ സമയം ശത്രുവിനെതിരെ പടപൊരുതി അവനെതിരെ വിജയക്കൊടി പാറിക്കും. യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കും. സമബലം എന്ന് വെച്ചാൽ സമന്മാരോടെ ഏറ്റുമുട്ടാവൂ എന്നാണല്ലോ. യുദ്ധത്തിൽ വിജയമാണ് നമുക്ക് ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തിയിലെത്താൻ നാം ഏതു മാർഗവും സ്വീകരിക്കും. ജ്ഞാനികൾ ക്രോധത്താൽ പൊട്ടിത്തെറിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ വിജയമാണ് അവരുടെ ലക്ഷ്യം. ശരിയായ സമയം കാത്തിരിക്കും. തക്കം പാർത്ത് വകവരുത്തുക എന്നതാണ് ലക്ഷ്യം. വൈരികളോടുള്ള ആക്രമണത്തിനുള്ള ഉപായമാർഗം അതാണ്. ശത്രുതാ മനോഭാവം പുലർത്തി വിഷമങ്ങൾ തരുന്നവരോട് ജ്ഞാനമുള്ളവർ ഉടനടി പ്രതിഷേധിക്കുകയില്ല. സമയം വരുന്നതുവരെ കാത്തിരിക്കും. അറിവുള്ള രാജാക്കന്മാർ ഈ സൂത്രം ബുദ്ധിപരമായി പ്രയോഗിക്കുകയും വിജയക്കൊടി പാറിക്കുകയും ചെയ്യും. താങ്ക് യു. ചെറുനரை 488. ചെറുനரை കാണിൻ ചുമക്ക ഇരുവരെ കാണിൻ കിഴക്കാം തലി. ഓവർ.
Kural 488. On seeing enemy, forgive towards their lives and disaster comes. Here is an insightful interpretation of the Kural 488, revealing its paradoxical wisdom about strategic compassion and natural justice. When you see enemies, show mercy, and for cruel misfortune, avoid them at the life's end. Forgive foes when you encounter them, for time brings its own harsh justice. The lesson is moral virtue of forgiveness, as well as letting karma or universe neutralizes threat while you stay hands off. Kural 488. ചെറുനരൈ കാക്കിൻ ചുമക്ക ഇരുവരെ കാണിൻ കിഴക്കാം തലേ. Kural 489. எய்தற்கரியது இயந்த கால் அந்நிலையே செய்தற்கரிய செயல். கிடைத்தற்கரிய காலம் வந்து வாய்க்குமானால் அந்த வாய்ப்பை பயன்படுத்திக் கொண்டு அப்போதே செய்தற்கரிய செயல்களை செய்ய வேண்டும். അതായത് ശത്രുജയം കാംക്ഷിച്ച് കാത്തിരിക്കുന്ന രാജാവ് എയ്തർക്ക് തന്നാൽ സാധിക്കുന്നതിന് അരിയത് പ്രയാസകരമായി തോന്നിയ കാര്യം അതിന് പറ്റിയ അവസരം വന്നു കഴിഞ്ഞു എന്ന് കണ്ടാൽ, ഈയന്തക്കാൽ ആ സന്ദർഭം ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് കണ്ടാൽ, അந்நிலையே ആ സന്ദർഭത്തിൽ തന്നെ ചെയ്തற்கரிய സാധിക്കുന്നതിന് അതുവരെയും പ്രയാസകരമായി തോന്നിയ അരിയ செயல் അപൂർവതയുള്ള ആ പ്രവൃത്തി ചെയ്യൽ നിർവഹിക്കുക. കാത്തിരിക്കുന്ന ഒരു കാര്യം അതീവ ദുർലഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസരം ഒത്തുവരുമ്പോൾ ചെയ്തേക്കുക. അപൂർവ സന്ദർഭങ്ങളൊന്നും ബുദ്ധിമാനായ രാജാവ് പാഴാക്കുകയില്ല. ഓവർ. താങ്ക് യു സർ. കുറൽ 489. എയ്തർക്കു അരിയതു ഇയൈന്തക്കാൽ അന്നിലയെ ചെയ്തർക്കു അരിയ ചെയ്യൽ. ദുർലഭ ഒരവസരം കൈവരികിൽ എപ്പോഴോ ചെയ്തിടുക താൻ കാത്ത കാര്യം. അവസരം ആർക്കായാലും എന്നായാലും എപ്പോഴായാലും വരും. ചിലർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകാം, ചിലർക്ക് അവസരങ്ങൾ താരതമ്യേന കുറവായിരിക്കാം. എന്നാലും ഒരവസരം തീർച്ചയായും ഓരോരുത്തർക്കുമുണ്ട്. ആ അവസരം വരുമ്പോൾ ഉറങ്ങരുത്. അഥവാ അങ്ങനെ ഒരു അവസരത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. ലക്ഷ്യബോധമുള്ളവൻ ചെയ്യേണ്ടത് അതാണ്. കാത്തിരിക്കുന്ന ഒരു കാര്യം അതീവ ദുർലഭം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസരം ഒത്തുവരുമ്പോൾ ചെയ്യുക തന്നെ വേണം. ബുദ്ധിമാന്മാർ അപൂർവ സന്ദർഭങ്ങൾ പാഴാക്കുകയില്ല. അനേകം ആളുകളുടെ ഉറക്കറയുടെ കവാടത്തിൽ അനേകം അവസരങ്ങൾ വന്ന് മുട്ടി വിളിച്ചിട്ടും ഉണരാത്തവർ അനേകം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരത്രേ. ഒരിക്കൽ അവസരം അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ സ്വാഗതം ചെയ്തു സൽക്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവസരങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ടി വരും. ചിലർക്ക് ഒരവസരം എന്ന് വെച്ചാൽ ഉറപ്പിക്കപ്പെട്ട ഒരു വിജയം തന്നെ. ഒരവസരം നഷ്ടപ്പെട്ടാൽ ഒരു വിജയം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഏറ്റവും മഹത്തായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും യാദൃശ്ചികമായിട്ടായിരിക്കും. അതുകൊണ്ട് അവസരം അറിയുക. വെയിലുള്ളപ്പോൾ വൈക്കോൽ ഉണക്കുക. മഹാന്മാരാകുവാനുള്ള ഒരവസരം ഓരോരുത്തർക്കുമുണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കുക. എത്ര തന്നെ നിന്ദിച്ചാലും ധീരന്റെ ധൈര്യത്തെ ഒരിക്കലും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതല്ല. തീക്കൊള്ളി തലകീഴായി പിടിച്ചാലും തീനാളം എപ്പോഴും മേൽപോട്ട് തന്നെയാണ് വരുന്നത്. കുറൽ 489. എയ്തർക്ക് അരിയതു ഇയൈന്തക്കാൽ അന്നിലയെ ചെയ്തർക്കു അരിയ ചെയ്യൽ. ദുർലഭം ഒരവസരം കൈവരിക്കലെപ്പോഴോ ചെയ്തിടുക താൻ കാത്ത കാര്യം. താങ്ക് യു.
റോയ്സ് സാർ ഉണ്ടോ? സാറേ കേൾക്കുന്നില്ല. Qural 489. On favorable opportunities, do things fully at the spur of the moment. Qural 489. ഇതർക്ക് അരിയത് ഇയന്തങ്കാൽ അന്നിലയെ ചെയ്തർക്ക് അരിയ ചെയ്യൽ. Qural 490. ഇത് നല്ലൊരു കുറളാണ്. ആദ്യം കാക്കയും കൂമണയും കുറച്ച് പറഞ്ഞെങ്കിൽ കവി അവസാനിക്കുന്നത് കൊക്കിനെ കൊണ്ടാണ് പറഞ്ഞത്. കൊക്കൊക്ക നല്ല പ്രാസത്തിൽ അന്ന് എന്നാന്ന് പറഞ്ഞു. കൊക്കൊക്കെ കൂമ്പും പരുവത്ത് മറ്റതൻ കുത്തൊക്കെ ചീർത്ത ഇടത്ത് പൊറത്തിരിക്കും കാലത്തിൽ കൊക്കുപോൽ അമിയായി இருக்க வேண்டும். காலம் வாய்த்த போது அது குத்துபோல் தவறாமல் செய்து முடிக்க வேண்டும். ആദ്യത്തെ ഇനി പറയാം. കൊക്കൊക്കെ കൂമ്പ്. ആദ്യം വരെ രണ്ടാമത്തെ വാക്കെടുക്കുക. കൂമ്പും കൊക്കൊക്കെ കൂമ്പും പരുവത്ത്. അത് ആദ്യത്തെ വരെ രണ്ടാമത്തെയും മൂന്നാമത്തെ വാക്കെടുക്കുകയാണ്. കൂമ്പും പരുവത്ത് യാതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാലത്ത്. കൊക്കൊക്കെ കൊക്ക് എങ്ങനെയാണോ കുളക്കരയിൽ ഇരിക്കുന്നത് അതേപോലെ ഇരിക്കുക. അതിന് പറയുന്നത് ബഹദാനം, ധ്യാനം എന്നാണ് പറയുന്നത് തോന്നുന്നു. കൊക്ക് അതിന് ഇരിക്കുന്ന ഒരു അവസ്ഥ. ബഹദാനം പ്രസിദ്ധമാണല്ലോ എന്നാണ് ഇവിടെ കവി പറയുന്നത്. മറ്റ് ചീർത്തവിടത്ത്, മറിച്ച് അനുയോജ്യമായ സന്ദർഭം വരുമ്പോൾ അതൻ ആ കൊക്കിന്റെ കുത്തൊക്കെ മീൻ കൊത്തി പറക്കുന്ന ആ കൊത്തിന് തുല്യം കാര്യം നേടുക. ആ പ്രാസം തന്നെ വളരെ ഇതായിട്ട് വരുന്നുണ്ട്. കൊക്കൊക്കെ കൂമ്പും പരുവത്ത് മറ്റതൻ കുത്തൊക്കെ ചീർത്ത വിടത്ത്. അതായത് യാതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന കാലത്ത് കൊക്ക് എങ്ങനെയാണോ കുളക്കരയിൽ ഇരിക്കുന്നത് അതേപോലെ ഇരിക്കുക. ബഹദാനം ചെയ്ത് ഇരിക്കുക. എന്നിട്ട് മറിച്ച് അനുയോജ്യമായ സന്ദർഭം വരുമ്പോൾ ആ കൊക്കിന്റെ മീൻ കൊത്തി പറക്കുന്ന ആ കൊത്തിന് തുല്യം കാര്യം നേടുക എന്ന് കവി അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൊക്ക് മറ്റൊന്നും തരപ്പെടാത്ത സമയം മുഴുവൻ കുളക്കരയിൽ ധ്യാനത്തിലിരിക്കുന്നതും പറ്റിയ അവസരം വരുമ്പോൾ പൊടുന്നതിനെ അത് ജലോരയിൽ എത്തുന്ന മീനിനെ കൊത്തിയെടുത്ത് പറക്കുന്നതും കാണാം. എല്ലാം ക്ഷണ നേരം കൊണ്ട് സംഭവിച്ചു കഴിയും. അതുപോലെ ആയിരിക്കണം ബുദ്ധിമാനായ രാജാവും ഒന്നും ചെയ്യുവാൻ തരപ്പെടാത്ത കാലത്ത് ബഹദാനത്തിൽ കഴിയണം. തക്ക കാലവും സന്ദർഭവും വന്നെത്തുമ്പോൾ കണ്ണടച്ച് തുറക്കും മുമ്പേ കാര്യം നിർവഹിക്കുകയും വേണം. ഓവർ. 490. കൊക്കൊക്ക കൂമ്പും പരുവത്തുമറ്റതൻ കുത്തൊക്ക ചീർത്ത ഇടത്തു. കൊക്കിനെ പോൽ തരം പാർത്ത് തക്കത്തിൽ ആ കൊത്തുപോൽ നേടണം കാര്യം. ആത്മനിയന്ത്രണം പാലിക്കേണ്ട സമയത്ത് ഒരു കൊക്കിനെ പോലെ സ്വയം നിയന്ത്രിക്കട്ടെ. അനുകൂലമായ അവസരം വരുമ്പോൾ സൂക്ഷ്മതയോടെയും താല്പര്യത്തോടും കൂടെ അതിനെ കൊത്തിപ്പിടിക്കുന്നു. കൊക്കുപോൽ കാത്തിരിക്കണം നല്ല വേള അടുക്കുവാൻ. വേളയിൽ കൊക്കിനെ പോലെ കൊത്തണം ലക്ഷ്യവസ്തുവിൽ. ഉപസംഹാരം. പാഞ്ഞടുക്കുന്നതിന് മുമ്പ് പിന്മാറുന്ന ഒരു ആട്ടുകൊറ്റനെ പോലെ തീഷ്ണതയുള്ളവർക്കും
ശക്തർക്കും കീഴടങ്ങാൻ കഴിയും. ജ്ഞാനികൾ തൽക്ഷണം ബാഹ്യ കോപത്തിലേക്ക് പൊട്ടിത്തെറിക്കുകയില്ല. അവർ സമയം കാത്ത് കോപം അടക്കി വയ്ക്കും. നിങ്ങളുടെ ശത്രുക്കളെ സഹിക്കുക. സമയം പാകമാകുമ്പോൾ കാര്യങ്ങൾ നേരെയാക്കുക. ഏറ്റവും അപൂർവമായ നിമിഷങ്ങൾ വരുമ്പോൾ അത് സ്വന്തമാക്കൂ. ഏറ്റവും കഠിനമായ ജോലികൾ പൂർത്തിയാക്കാൻ കാലമെത്താത്തപ്പോൾ ഒരു കൊക്കിനെ പോലെ നിശ്ചലമായിരിക്കുക. ഇര അടുത്തു വരുമ്പോൾ അതിനെ കുന്തം പോലെ പിടിക്കുക. വളരെ പ്രായോഗികമായ ബുദ്ധിപരമായ വലിയ ഉപദേശ ആഹ്വാനമാണ് കവി ഒരു രാജാവിന് നൽകുക. രാജാവിന് നൽകുക എന്ന് പറയുമ്പോൾ സകല നേതൃത്വത്തിനും നൽകുക. സകല നേതൃത്വത്തിനെന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരർത്ഥത്തിൽ നേതാക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഈ ഉപദേശം. എല്ലാവർക്കും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് മൊഴിമാറ്റം ചെയ്തവരും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ മോഹൻ സാറിനും സാബു സാറിനും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. Thank you, sir. Second verse 490. കൊക്കൊക്കെ കൂമ്പും പരുവത്തു മറ്റതൻ കുത്തൊക്കെ ചീർത്ത ഇടത്തു. Be like the crane in holding patience while opportunity dawns, capture like it fruitfully. Kural 490 emphasizes the critical importance of timing and seizing opportunities. It advises us to be like a patient heron which waits silently and observes carefully. The heron doesn't waste energy striking randomly, but rather when the perfect moment arrives. Like a fish swimming by, it acts swiftly and decisively to capture its meal. In essence, the Quran teaches that when a rare or favorable opportunity presents itself, one must act immediately and effectively to achieve what might otherwise seem impossible. Procrastination or hesitation at such a crucial juncture can lead to the loss of a valuable chance to accomplish a difficult task. It's about combining careful observation and preparation with swift execution when the time is right. For example, Arjuna patiently awaited his moment to achieve his goal. When the opportune moment arrived, he aimed precisely at the fish's eye and succeeded. Ultimately, understanding and acting with a keen sense of time is pivotal for success. Just as the heron waits patiently for its chance, recognizing and seizing the opportune moment allows us to achieve even the most challenging goals. We can conclude with a small touching poem. The clock's soft tick, a patient guide, opportunity's door flung open wide. Seize the moment, swift and true. The impossible then yields to you. Thank you, Sabu sir and Nayanar sir, for bringing us all together in this platform. I value very much this opportunity for connecting with all of you. Thanks a lot for Joshi sir, Usha ma'am, Sheila ma'am, Roy sir, Srikumari ma'am, Gopakumar sir, Anil Kumar sir, Snehalada ma'am, Salija ma'am.
Thank you, sir. Thank Thank you, you, ma'am. ma'am. Thank you very much. Thank you, ma'am. ഓക്കെ, മോഹൻദാസ് സർ എല്ലാം സാർ അല്ലേ? ഓക്കെ, ആർക്കും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അൽകുമാർ സാർ, ജോർജ് സാർ താമസിച്ചാ വന്നെന്ന് തോന്നുന്നു അല്ലേ? അത് സാറേ ഇന്നത്തെ ക്ലാസ് ഒത്തിരി നല്ല വൈകി ക്ലാസ് ആയിരുന്നു. ഒത്തിരി വൈകി. ആ, സാറേ തിരുക്കുറൾ 449 490 വരെ 481 മുതൽ 90 വരെയുള്ള കുറൽ ആയിരുന്നല്ലോ. എനിക്ക് നേരത്തെ വന്ന് കൂടാൻ പറ്റിയില്ല, ഒത്തിരി സോറി. അതേ പറയാനുണ്ട്. സാറിനെ നോക്കിയിട്ട് കണ്ടില്ല, എന്നിട്ട് സാറിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. സോറി സർ. നന്നായി. ഓക്കെ, എന്തായാലും ആ തക്കത്തിനൊത്ത ആ സമയത്തിന്റെ മൂല്യത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചയെ തന്നെ സൂചന തന്നായിരുന്നല്ലോ. കാത്തിരുന്നതാ. തക്കത്തിനൊത്ത് നാട്ടിലെ ചൊല്ലുകൾ പറയുമല്ലോ, കാറ്റുള്ളപ്പോൾ വീശണം. നെല്ലിന്റെ പതിര് പോകണമെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു, വീശുന്നത് കാറ്റ് നോക്കി വീശണമെന്ന് പറയുമായിരുന്നു. അതുപോലെ പക്കം നോക്കി നടണം. വിത്ത് നടുന്നതിന് കറുത്ത പക്കം നോക്കി നടണമെന്ന് പറയും, ഇളനിലാവ് ഒഴിവാക്കണം. പിന്നെ തക്കത്തിനൊത്ത് കാര്യം ചെയ്യണം. ആ പറയുന്ന പഴഞ്ചൊല്ലുകളൊക്കെ ഇത് കേട്ടിട്ടായിരിക്കും നമ്മുടെ പൂർവികർ പറഞ്ഞതെന്ന് തോന്നുന്നു. എല്ലാം വളരെ സമയത്ത് തന്നെയാണ്. എല്ലാ കാര്യവും സമയത്താണ്, കൃത്യസമയത്താണ്. പരീക്ഷ എഴുതുന്നത് അങ്ങനെയാണ്, വിളവെടുക്കുന്നത് അങ്ങനെയാണ്. എല്ലാത്തിനും സമയമുണ്ട്. തീർച്ചയായിട്ടും സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് കാര്യങ്ങൾ ഒക്കെ ഭംഗിയായി നേടാം എന്ന് ഈ കുറിലിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ശ്രീകുമാരി മാം എന്താ പറഞ്ഞല്ലോ? ഇന്നത്തെ ക്ലാസ് വളരെ ഉപയോഗപ്രദമായിരുന്നു എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠ, സമയനിഷ്ഠയെ പറ്റിയാണ് കൂടുതലും പ്രതിപാദിച്ചിട്ടുള്ളത്. അത് വളരെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പകർത്തേണ്ടുന്ന കാര്യങ്ങളാണല്ലോ. സമയം നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടിയും കാത്തിരിക്കാറില്ല. അങ്ങനെ സമയം മാം രഥത്തിൽ എന്നൊരു പാട്ടുണ്ട്. സമയചക്രം അങ്ങനെ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നാം അനുസരിച്ച് സമയം അനുസരിച്ച് പ്രവർത്തിച്ച ജീവിതം, ലോകം തന്നെ കീഴടക്കേണ്ടി വരും, നമ്മുടെ കാൽ കീഴിലാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. ഇങ്ങനെ ഒരു വേദി ഒരുക്കിയ സാബു സാറിന് 1000 നന്ദികൾ. ഞാൻ ഈ മൈലുകൾ അകലെ ഇരുന്നാലും എനിക്ക് സന്തോഷത്തിന്റെ ഒരിത്തിരി വെളിച്ചം പകരുന്നതാണ് തിരുക്കുറൾ. ഒരിക്കലും എനിക്ക് തിരുക്കുറൾ മറക്കാനില്ല. അതിലെ ഓരോ, ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ്, ഇത് തന്നെ, ഈ തിരുക്കുറൾ തന്നെയാണ് ലോകത്ത് എല്ലാവരും പകർത്തുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരുവള്ളുവർ എഴുതിയ തിരുക്കുറൾ, അതിനെ ചുവട് പിടിച്ച് തന്നെയാണ് ആൾക്കാർ ഓരോന്നും ചെയ്യുന്നത്. താങ്ക് യു സാർ. ഞങ്ങളുടെ നാട്ടിലുള്ള പോലെ മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ ഇങ്ങനെ മഴയുടെ തണുപ്പ്, ഇവിടെ എപ്പോഴും തണുപ്പ്. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ തണുപ്പ് കൂടുതൽ. രാവിലെയും രാത്രിയും തണുപ്പ് കുറവായിരിക്കും. തണുപ്പ് കുറയുന്ന സമയം. മഴ നയാഗ്രയിൽ നിന്നൊക്കെ തിരിച്ചു വന്നോ? നയാഗ്ര ഒക്കെ കണ്ടു തിരിച്ചു വന്നു. ഇനി അടുത്ത മാസമാണ് അടുത്ത ടൂർ. ഓക്കെ, മോഹൻദാസ് സാർ മറ്റെല്ലാം കഴിഞ്ഞോ? മറ്റേ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു? ഇല്ല സാർ, ജൂൺ അടുത്ത വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച 16 ഇപ്പൊ അടുത്ത ചാപ്റ്റർ 50 ആണ്. അടുത്ത ആഴ്ച പറഞ്ഞു. അല്ല, പറഞ്ഞോളൂ. ഞാനിപ്പോ എറണാകുളത്ത് വന്നു. അടുത്ത ആഴ്ചയില് 50 ആണ്. ഹാഫ് സെഞ്ചുറി അടിക്കുന്ന ഒരു ദിവസമാണ്. സ്ഥലബോധം, സെൻസ് ഓഫ് സ്പേസ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് സമയത്തിന്റെ ആണെങ്കിൽ അടുത്തത് ആ സ്ഥലം, അതും ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ആണെന്നുള്ളതിലേക്കാണ് പറഞ്ഞത് കവി പറയുന്നത്. അതും കാരണം ഓരോ രാജാവിനും ഭരണകർത്താവിനും വേണ്ട കാര്യങ്ങളാണ് അവരത് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രാധാന്യം അർഹിക്കുന്നതും കൂടുതലാണ്. സെൻസ് ഓഫ്, നമ്മളിപ്പം പഠിച്ചത് ഇടൻ അറിയുതൽ എന്നാണ്. സെൻസ് ഓഫ് ടൈം, ബലം, കാലം എന്നിവയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവയ്ക്ക് അനുസൃതമായി ശത്രുക്കളെ നേരിടുന്ന രാജാവ് തന്റെ പൂർണ്ണവും നിശ്ചയവും ആയ വിജയം ഉറപ്പുവരുത്തുന്ന സ്ഥലം ഏതൊന്നുകൂടി അറിയണം. അത് അധികാരത്തെ തുടർച്ച ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ടൈം അല്ലെങ്കിൽ ഇടൻ അറിയുതൽ,
എവിടെയാണ് ആ സ്ഥലം ഞാനത്തെ കുറിച്ച് കൂടി അടുത്ത കുറവിൽ പറയുന്നുണ്ട്. ഇത് ഓരോന്നും എനിക്കൊന്നും രാജാവിന് മാത്രമല്ല, പ്രജകളായിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഇത് പ്രയോജനകരമായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇത് ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അത് പിന്നെ അവസാനം ഓപന ടീച്ചർ പറഞ്ഞ ആ കവിത ഒന്നുകൂടി അതിന്റെ അർത്ഥം കൂടി പറഞ്ഞു തന്നുകൊണ്ടായിരുന്നു. സാറിന് സുബോധന സാർ ഉണ്ടെങ്കിൽ അത് ചോദിക്കുമായിരുന്നു. ഒരു തവണ ഓരോ കവിതയായിട്ട് വരുന്നുണ്ട്, നല്ല കവിതയായിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് പോയെങ്കിൽ നന്നായിരുന്നു. പെട്ടെന്ന് അത് നേരം പോകുമല്ലോ എന്ന് ഓർത്ത് പേടിച്ച് ഇല്ല ഇല്ല ലാസ്റ്റ് പേടിച്ചാണ് പറയുന്നത് ആദ്യം. അത് ഒന്നുകൂടെ ചൊല്ലാനാണോ സാറേ? അതെ അതിന്റെ അതെ അർത്ഥം ചൊല്ലി ലാസ്റ്റ് കുറലിൽ പറഞ്ഞു തന്നത്. ആ അവസാനം കൺക്ലൂഷൻ പറഞ്ഞു. ദ ക്ലോക്ക്സ് അതെ സോഫ്റ്റ് ടിക്ക്. അതെ. മനസ്സിലായല്ലോ? എ പേഷ്യന്റ് ഗൈഡ്. മനസ്സിലായല്ലോ? ഓപ്പർച്യൂണിറ്റീസ് ഡോർ flung open wide. Seize the moment, swift and true. The impossible then yields to you. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സമയം നോക്കി, സമയത്തിന്റെ കറക്റ്റ്നെസ് നോക്കി, ഓപ്പർച്യൂണിറ്റീസ് ഡോർ, അവസരത്തിന്റെ വാതില് തുറന്നിരിക്കും. ആ സമയത്ത് തന്നെ സീസ് ദ മൊമെന്റ്, സ്വിഫ്റ്റ് ആൻഡ് ട്രൂ. ദ ഇമ്പോസിബിൾ ദെൻ ഈൽഡ്സ് ടു യു. ഇമ്പോസിബിൾ നമുക്ക് സ്വായത്തമാകും, പോസിബിൾ ആക്കാം. അത് അതിൻ്റെ തന്നെ ഒരു പോയം പോലെയാണ്. ശരിയാണ്. അവസരം പാർത്തിരിക്കുക. വാതില് തുറന്നു കിടക്കുന്ന സമയത്ത്. അതെ. ഓപ്പർച്യൂണിറ്റിയുടെ വാതിൽ തുറന്നു കിടക്കുന്ന സമയത്ത് തന്നെ അവസരം ആലിപ്പഴം പോലെയാണെന്ന് പറഞ്ഞു. അവസരം വരിക, എന്നിട്ട് പണി കൊടുക്കുക. പണി കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അതല്ലേ അവസരം. നമ്മള് ഫൊർഗീവ്നെസ് എന്ന് പറയുന്ന അത് രാജാവിനെസ് എന്നുള്ള വിജയം ഒരു വലിയ ഫാക്ടറാണല്ലോ. അപ്പം നമ്മൾ ഫൊർഗീവ്നെസ് കൊടുത്താലും അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? അങ്ങനെയല്ലേ സാറേ മോഹൻദാസ് സാർ പറഞ്ഞേ? അതെ. പിന്നെ മാറി നിന്ന പോലെ അഭിനയിച്ചിട്ട് എന്നിട്ട് കർമ്മ അപ്ലൈ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ മുമ്പിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. അല്ല സാർ, അത് ഈ രാജാവിന് മാത്രമല്ല. യഥാ രാജ തഥാ പ്രജ. രാജാവ് കറക്റ്റ് ആണെങ്കിൽ പ്രജകള് കറക്റ്റ് ആകും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അത് ഒരു ക്രൈസിസ് ആണ്. രാജാവിന് ചിലപ്പം പ്രജകളെ രക്ഷിക്കേണ്ടി വരും, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പല രാജാവ് വളരെ കോണ്ടക്സ്റ്റിലാണ്. രാജാവ് കറക്റ്റ് ആണെങ്കിൽ ആളുകളും കറക്റ്റ് ആകും. ഇപ്പം നമ്മുടെ ഭരണം കറക്റ്റ് അല്ലെങ്കിൽ ആരും യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഇതൊന്നും ചെയ്യല്ലോ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിയമങ്ങളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. നിയമമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നല്ലേ, അതൊക്കെ മനുഷ്യർക്ക് പാലിക്കുക. അങ്ങനെയല്ല, ഇത് കോണ്ടക്സ്റ്റുവലാണ്. കാരണം ചില കാര്യങ്ങൾ ചില രീതിയിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് കുറ്റബോധമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അപ്പം നമ്മളൊരു കാര്യം ചെയ്തു, അത് നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സാഹചര്യം ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഒരു കുറ്റബോധത്തിൻ്റെ ഒരു സാധ്യത ഉണ്ടാകരുത്. ഞാൻ ചെയ്തത് റൈറ്റാണ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ല എന്നുവെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത്, എന്നാൽ ശിക്ഷ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും വേണം. അവിടെ പലപ്പോഴും ഡു ദ റൈറ്റ് തിങ് ഈവൻ ഇഫ് നോ വൺ ഈസ് വാച്ചിങ്. റൈറ്റ് തിങ്, അതാണ് പ്രശ്നം. റൈറ്റ് തിങ്. Nobody is watching. That time also we have to do the right thing. റൈറ്റ് തിങ്, അതാണ് പ്രശ്നം. റൈറ്റ് തിങ്. ആരും കാണാതെ നമ്മൾ നല്ലതല്ലാത്തത് ചെയ്യുമല്ലോ, അത് പാടില്ല. ഇവിടെ പ്രധാനമായിട്ടും ഒരു എനിമിയുടെ അടുത്ത് ഒരു രാജാവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ശത്രുവിന്റെ ആരാണ് നിർവചിക്കുന്നത്? രാജാവ് രാജ്യത്തെ സംരക്ഷിക്കാൻ രാജ്യത്തിന് അപ്പുറത്തുള്ളവരെയൊക്കെ ശത്രുവായിട്ട് കാണും. അപ്പൊ അങ്ങനെ അത് രാജാവ് നല്ല രീതിയിൽ രാജ്യം ഭരിക്കുന്നുണ്ട്, പ്രജകളെ നോക്കുന്നുമുണ്ട്. പക്ഷെ അതിലേക്ക് ശത്രുവായി വരുന്നവരെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന രാജധർമ്മം. അല്ലാതെ ഇവിടെ രാജാവ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ കൂടി തന്റെ പ്രജകളെ രക്ഷിക്കുന്നതിന്, രാജ്യത്തെ രക്ഷിക്കുന്നതിനും, കാരണം ശത്രുവിനെ വിളിച്ചു വരുത്തിയതല്ല, ശത്രു വരികയാണ്. അപ്പൊ ശത്രുവിനെ എങ്ങനെ തടഞ്ഞു നിർത്തണമെന്നാണ് ഇവിടെ രാജധർമ്മം എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു.
ഓക്കെ മാഡം, പക്ഷേ നായനാർ സാർ പറഞ്ഞ പോലെ അത് ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അപ്ലൈ ചെയ്യാനുള്ളതുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ എല്ലാവർക്കും നമ്മുടെ ഉണ്ട്. നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ നമ്മൾ നമ്മുടെ നിലനിൽപ്പിന് രാജാവല്ലേ, അകത്ത് നമ്മൾ നമ്മുടെ മുന്നിൽ രാജാവല്ലേ. നിൽക്കാൻ പഠിക്കുക. ഓക്കെ. ഒരു സോ ജോഷ് സാർ ഒന്നും വന്ന് പറഞ്ഞില്ലല്ലോ. ആയുഷ് സാർ ആദ്യമേ പറഞ്ഞല്ലേ. ഉഷാമാം എന്താ ജോഷി പറയാൻ സാർ. വന്നായിരുന്നു? ഇല്ല, ഒരു രാജാവ് ഒരു യുദ്ധത്തിൽ ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണ് പതുങ്ങിയിരിക്കുക, വിചിതമായ സമയം വരുമ്പോ സാറ് പറഞ്ഞ പോലെ പണി കൊടുക്കുക. അതാണ് യുദ്ധതന്ത്രം എന്ന് പറയാം. നമുക്ക് പറ്റുമോ സാറേ അങ്ങനെ? പിന്നെ അല്ല നമ്മളൊക്കെ ഡെയിലി അല്ല ലൈഫിൽ എന്തൊക്കെ പണികളാ ഒപ്പിക്കുന്നത്? അല്ല അല്ല സാർ, സാറേ നമ്മള് നമ്മുടെ ഈ സ്റ്റഡി ലീവിന് പതുങ്ങി ഇരുന്നിട്ടല്ലേ പോയി പരീക്ഷ എഴുതുന്നത്. ഞങ്ങളൊക്കെ നമ്മള് ഏറ്റവും എളുപ്പം പറയാം. നമ്മുടെ ഈ മഹാനവമി വിജയദശമിയിലൊക്കെ സാധാരണ അന്നാരും പഠിക്കത്തില്ലല്ലോ. അന്ന് നമ്മളൊക്കെ പഠിക്കുമായിരുന്നു. ഓ എന്റെ ഒന്നേ ഒന്ന് ഇല്ല, മാത്രമേ അങ്ങനെ പഠിക്കൂ. നമ്മള് ഒരു ഭയങ്കര പഠിത്തമാ. അതിന്റെ 2 ദിവസം മുമ്പേ തന്നെ പൂജ വെക്കാറുണ്ട് സാറ്. അതാ പറഞ്ഞത്. അങ്ങനെയാണ് ഈ നമ്മള് യുദ്ധതന്ത്രം പ്രയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഒരടി മുന്നേ. അതെ. അതിനാണ് നമ്മുടെ പ്രധാനമന്ത്രി കുറച്ച് ദിവസം അനങ്ങാതിരുന്നത്. അവിടെ പ്രശ്നം ഉണ്ടായിട്ടും കുറച്ച് ദിവസം അല്ല, അത് അനങ്ങാതിരുന്നു. അതെ അതെ. എന്താ ഒന്നും ഓക്കെ. അനങ്ങാത്തതെന്നൊക്കെ എല്ലാരും രാഷ്ട്രീയത്തില് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ്. ഇല്ല, അതിനൊക്കെ ഒരു നമ്മളെ സ്ട്രാറ്റജി ഉണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്കതൊന്നും പ്രത്യേകം അത് പറയാൻ പറ്റത്തില്ല. അത് പറയുകയും വേണ്ട. അത് പറഞ്ഞത് പ്രശ്നമാവും. അല്ല, അത് ശരിക്കും പെട്ടെന്ന് ഓടിപ്പോയി അടിക്കുന്നതിനെക്കാട്ടിലും ഒന്ന് ആലോചിച്ച് റെഡിയാക്കി വേണ്ടേ ചെയ്യാൻ. Well planned. പ്ലാൻ ചെയ്യണ്ടേ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാറേ ഒത്തിരി അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ട വേണ്ട, തോന്നും. പക്ഷെ ആ അതിനെക്കുറിച്ചൊന്നും വിഷയം പറയണ്ട. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും പറയാൻ നല്ലത് പറയണ്ട. പറ്റത്തില്ല. അതൊക്കെ പേഴ്സണൽ വേണ്ട, ഒന്നും പറയണ്ട. ഒന്നും പറയണ്ട. അതിനെക്കുറിച്ച് സാറിന് ഒന്നും പറയണ്ട. 10 മണിയാകുമ്പോ ഗ്രൂപ്പിലിടാനുള്ള എഡിറ്റ് ചെയ്ത് സാറിന് പണിയാവും.